ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണയ നിയമം ലംഘിച്ചതായി കണ്ടെത്തി ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഇനി ഇരു നേതാക്കളും വിശദീകരണത്തിന് ഹാജരാകണം. ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. മുദ്രവച്ച കവറിൽ ഫോട്ടോകൾ, വാട്സ്ആപ്പ് ചാറ്റുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡിംഗ് എന്നീ 3 തെളിവുകളാണ് സമർപ്പിച്ചത്. UAE ദേശീയ ദിനത്തിന് മലയാളികളുടെ സംഗീത സമർപ്പണം. ദുബൈ ആസ്ഥാനമായുള്ള മലയാളി ഗായക സംഘം ജോയ്ഫുൾ സിംഗേഴ്സ് ആണ് UAE ദേശീയ ദിനത്തിന് ഗാനം സമർപ്പിച്ചത്. ഇഷി ബിലാദി ദേശീയ ഗാനം പാശ്ചാത്യ ഹാർമണിയിൽ അവതരിപ്പിച്ചു. 132 ഗായകരിൽ 131 പേരും മലയാളികളാണ്. ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ആദ്യ 15 ദിവസത്തെ വരുമാനം 92 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ 69 കോടി അപേക്ഷിച്ച് വലിയ വളർച്ചയാണ്. അരവണ വിൽപ്പനയിൽ 47 കോടി രൂപ, അപ്പം 3.5 കോടി രൂപ, കാണിക്കയിൽ 26 കോടി രൂപ ലഭിച്ചു. നവംബർ 30 വരെ 13 ലക്ഷം ഭക്തർ എത്തിയതായി കണക്കുകൾ. നാളെ ശക്തമായ മഴ. 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. തണുപ്പ് കൂടിയിട്ടും മഴ തുടരുന്നു. ഡിസംബർ 3-ന് പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകൾക്ക് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്ക് സാധ്യത. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.